പ്രശസ്ത ഹോളിവുഡ് നടൻ വാൽ കിൽമർ അന്തരിച്ചു. ചൊവ്വാഴ്ച ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ് 65 വയസ്സുകാരനായ നടൻ അന്തരിച്ചത്. ന്യൂമോണിയയാണ് അദ്ദേഹത്തിന്റെ മരണകാരണമെന്ന് മകൾ മെഴ്സിഡസ് കിൽമർ പറഞ്ഞു. 2014 നടന് തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ചതായി കണ്ടെത്തിയെങ്കിലും അത് സുഖം പ്രാപിച്ചിരുന്നുവെന്ന് മകൾ വ്യക്തമാക്കിയിരുന്നു. ബാറ്റ്മാൻ ഫോറെവർ എന്ന ചിത്രത്തിലെ ബാറ്റ്മാനെയും ദി ഡോഴ്സ് എന്ന ചിത്രത്തിലെ ജിം മോറിസൺ എന്ന കഥാപാത്രത്തെയും അനശ്വരനാക്കിയ നടനാണ് വാൽ കിൽമർ. 1984 ടോപ്പ് സീക്രട്ട് എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം ഹോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത്. ടോപ്പ് ഗൺ, റിയൽ ജീനിയസ്, വില്ലോ, ഹീറ്റ്, ദി സെയിന്റ് എന്നിവ അദ്ദേഹത്തിന്റെ സൂപ്പർഹിറ്റ് ചിത്രങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. 1991 ഒലിവർ സ്റ്റോണിന്റെ ദി ഡോഴ്സ് എന്ന സിനിമയിൽ ഗായകൻ മോറിസൺ എന്ന റോൾ ഇദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷമായാണ് കരുതപ്പെടുന്നത്. ഒരു വർഷത്തോളം ഇതിഹാസ ഗായകനെ അനുകരിച്ച ശേഷമാണ് വാൽ കിൽമർ ഈ വേഷം ചെയ്തതെന്നാണ് അന്ന് പുറത്തുവന്നിരുന്ന കഥകൾ. 1995 ബാറ്റ്മാൻ ഫോറെവർ എന്ന സിനിമയിൽ മൈക്കൽ കെറ്റിനന് പകരക്കാരനായി കിൽമർ ബാറ്റ്മാനായി എത്തുകയായിരുന്നു. എന്നാൽ ലെജൻഡായ കോമിക് ഹീറോ വേഷത്തിൽ വാലിന്റെ പ്രകടനം സമ്മിശ്ര അഭിപ്രായമാണ് ലഭിച്ചത്. പിന്നീട് 1997 പുറത്തിറങ്ങിയ ബാറ്റ്മാൻ ആൻഡ് റോബിൻ എന്ന സിനിമയിൽ ജോർജ് ക്ലൂണിക്കായി ഈ വേഷം അദ്ദേഹം മാറി നൽകിയിരുന്നു. ക്യാൻസർ കാരണം നടന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ 2021 ടോം ക്രൂയിസിന്റെ ടോപ്പ് ഗൺ മാവറിക് എന്ന സിനിമയിലൂടെ ഇദ്ദേഹം തിരിച്ചെത്തിയിരുന്നു. ആ വർഷം അവസാനം അദ്ദേഹത്തിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഡോക്യുമെന്ററി വാൽ പുറത്തിറക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.